ഇതൊക്കെ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പം പറയാനാണ്. ഇപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ ഉണ്ണുമുങ്ങത്തിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സമാജം സ്റ്റാറാണ് ഉണ്ണിമുന്തൻ എന്നുള്ള രീതിയിൽ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, ഉണ്ണിമുന്തൻ്റെ പടമൊന്നും തിയേറ്റർ കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ കമൻറ്റ് എടുത്തിട്ട് ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പലരും ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന കാണാൻ നേരത്തെ എനിക്ക് കൗതുകം തോന്നുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും ഉണ്ണിമുകുന്ദനെ അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് ടീംസ് ഉണ്ട്. ഈ ടീമൊക്കെ വന്നിട്ട് അതിൻ്റെ ഡയറക്ടറിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, ആ പ്രൊഡ്യൂസർ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഈ സിനിമ പൊട്ടിയായിരുന്നെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെ പേര് ഇവിടെ ആരും പറയാൻ പോകുന്നില്ല. ഉണ്ണിമുകുന്ദൻ സമാജം സ്റ്റാറിൻ്റെ പടം പൊട്ടിയെന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയാൻ പോകുന്നുള്ളൂ, അല്ലേ? അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ഈ സിനിമ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ണിമുകുന്ദൻ ആ നടൻ്റെ ക്രെഡിറ്റ് തന്നെയാണ്. പൊട്ടിയാലും ജയിച്ചാലും നടൻ്റെ തലയിൽ ഒരു സിനിമ വരാത്തുള്ളൂ, അല്ല ഡയറക്ടറിൻ്റെ തലയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ തലയിലോ ഒന്നും പേര് വരില്ല. ഈ നടൻ്റെ സിനിമ പൊട്ടി, ഇപ്പോൾ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഉണ്ണിമുകുന്ദൻ്റെയോ ദുൽഖറിൻ്റെയോ ആരുടെ ആയിക്കോട്ടെ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നടൻ്റെ തലയിലാണ് അത് വന്ന് വീഴുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ടീനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ടു, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദനോടൊപ്പം ഫോട്ടോ എടുക്കാൻ പോലും മടിച്ച ഒരു നടിയെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. അതിനൊക്കെയുള്ള കൃത്യമായ രീതിയിലൊരു മറുപടിയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സക്സസ് എന്ന് പറയുമ്പോൾ. ഞാൻ ഇന്ന് ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റോറി കണ്ടപ്പോൾ ഒരു മലയാളം പടം, മലയാളത്തിലിറങ്ങിയ മലയാളം പടം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം ഒരു തെറി എന്ന് പറയുന്നൊരു പടം ഉണ്ടായിരുന്നു തമിഴ് വിജയുടെ, അതിൻ്റെ ഒരു വേർഷൻ പടം ബോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടം വരെ മാറ്റിയിട്ട് മാർക്കോ എന്ന് പറയുന്ന പടം ഡബ് ചെയ്ത് പോയ പടം അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ്റെ സക്സസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാനില്ലേ, ദുൽഖർ സൽമാൻ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമ ഇറക്കി പ്രതീക്ഷിച്ച അതേ സൂപ്പർ സ്റ്റാർ പദവിയാണ് ഒരൊറ്റ പടത്തിലൂടെ, മാർക്കോ എന്ന് പറയുന്ന പടത്തിലൂടെ ഉണ്ണിമുകുന്ദൻ നേടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, വേറെ ഏതെങ്കിലും ഭാഷയിൽ പോയി അഭിനയിച്ച കാര്യമല്ല പറയുന്നത്. മലയാളം സിനിമയിൽ മലയാളിയായിട്ട് മലയാളം പറഞ്ഞ് അഭിനയിച്ച ഒരു പടത്തിൽ ആ പടം നോർത്ത് ഇന്ത്യ കൊണ്ടുപോയി ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം ഉണ്ണിമുകുന്ദനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ തെലുങ്കിൽ പോയിട്ട് അഭിനയിച്ചിട്ട് മറ്റു ഭാഷയിൽ പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മലയാളത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടം ഹിറ്റടിക്കും. ഇപ്പം നമ്മൾ ബാഹുബലി ആയാലും അല്ലെങ്കിൽ KGF ആയാലും അവരുടെ ഭാഷയിൽ ഇറങ്ങിയ പടമാണ്. അത് നോർത്ത് ഇന്ത്യയെ കൊണ്ട് അടുപ്പിക്കുന്ന പോലെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു പടം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നാടിന് നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോയിട്ട് സക്സസ് ആക്കാൻ പറ്റുന്നു അല്ലേ? അതൊരു വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഷെയ്ൻ നിഗമിനെ പോലെ കുറേ ആൾക്കാരൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ഷെയ്ൻ നിഗം തിരുത്തായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്കെതിരെ ആ ഒരു പേരൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അത് മാപ്പൊക്കെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഷെയ്ൻ നിഗമിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായ ഒരു മറുപടിയാണ് ഉണ്ണിമുകുന്ദൻ്റെ ഈ വിജയം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന ഒരു നടൻ ഈ അടുത്ത സമയത്ത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, മാർക്കോ കീർക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ജാഫർ ഇടുക്കി ഈ മാർക്കോ എന്ന് പറയുന്ന പടത്തിൽ മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ കരുതുക, ഈ ഡയലോഗ് അടിക്കൂ? ഇല്ല, ഈ ഡയലോഗ് അടിക്കുന്നില്ല. പിന്നെ ഉണ്ണിമുകുന്ദന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ എത്ര ആൾക്കാർ വാഴ്ത്തിപ്പാടിയാലും ഉണ്ണിമുകുന്ദന് നേരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അത് മേപ്പടിയാൻ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഒരു സേവാഭാരതിയിൽ ആംബുലൻസ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു നമ്മുടെ നാട്ടിൽ. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാൽ ഇത് ഭക്തിപ്പടമാണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ബഹളമായിരുന്നു. മാളികപ്പുറം ഇതുപോലുള്ള സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ, ജയ ഗണേഷിനകത്ത് ഹനുമാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചില ന്യൂസ് വായിക്കുന്ന ആൾക്കാരെയൊക്കെ ഈ 4 കൂടി ഇരുന്ന് വട്ടം ചുറ്റിയിരുന്ന് ഈ സംസാരിക്കുന്ന കുറച്ച് ടീമൊക്കെ ഉണ്ട് മീഡിയയിൽ, അവരൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത് കണ്ടു. അപ്പം മാർക്കോ എന്ന് പറയുന്ന ഒരു പടം ഇറക്കിയിട്ട് ഉണ്ണിമുകുന്ദൻ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിന് കൃത്യ ഒരു മറുപടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാക്ഷാൽ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖറിന് പോലും പറ്റാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഉണ്ണിമുകുന്ദൻ ചെയ്തു വെച്ചിരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന പടത്തിൽ. മലയാളത്തിൽ ഇറങ്ങിയ ഒരു പടം നോർത്ത് ഇന്ത്യയിൽ ഹിറ്റാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാനൊരു കുറിപ്പ് കണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആ കുറിപ്പ് ഒന്ന് ജസ്റ്റ് ഇവിടെ വായിച്ചു. ഇത് സുഹേൽ എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ വന്നൊരു പോസ്റ്റാണ്, മാർക്കോ ഇറങ്ങിയപ്പോൾ കണ്ടൊരു പോസ്റ്റാണ്. കൊത്തയിൽ ദുൽഖർ നേടാൻ ആഗ്രഹിച്ചത് ഉണ്ണി നേടിയതെന്ന്. അന്ന് അത് ചെറിയൊരു ചിരിയോടെയാണ് വായിച്ചത്. അതിലൊരുത്തൻ ഇത് ഇപ്പോൾ ചിലർ പാനിന് ഹിറ്റായി തള്ളി വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു. മാർക്കോ വിജയം വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഓർക്കുന്നു. സത്യത്തിൽ ഞാനും അപ്പോൾ കരുതിയിരുന്നത് ഇത് അത്രയ്ക്കൊന്നും കൊളുത്തില്ലെന്നാണ്. എന്നാൽ മാർക്കോ ഇടുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ട് തോന്നിയിരിക്കുന്നു. ഇപ്പോൾ നോർത്തിലൊക്കെ കയറിപ്പോകുന്ന പോക്ക് കണ്ടിട്ട് ശരിക്കും അത്ഭുതം തോന്നും. അതും തെറിക്ക് മുകളിൽ മലമറിക്കും എന്നൊക്കെ റിലീസിന് മുമ്പ് തള്ളിമറിച്ച റീമേക്ക് പടം ബേബി ജോണിന് വരെ കിട്ടി ബട്ടർഫ്ലൈ എഫക്റ്റ്. രാജമൗലി നീലിനൊക്കെ പറ്റിയ പക്ക മെറ്റീരിയലാണ് ഉണ്ണി. ഭാവിയിൽ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ആയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കൊത്തയിലൂടെ സാക്ഷാൽ ദുൽഖർ സൽമാൻ നേടാൻ ആഗ്രഹിച്ച ആ സൂപ്പർ സ്റ്റാർ പദവിയാണ് ഒരൊറ്റ പടത്തിനകത്തൂടെ
ഉണ്ണിമുകുന്ദൻ നേടിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ കുറേ ആൾക്കാർ വന്ന് ട്രോളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ, ചില നടന്മാരൊക്കെ വന്നിട്ട് ഉണ്ണിമുകുന്ദൻ ഹനുമാൻ്റെ ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ എന്നിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ഇടാൻ വരുന്നു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടന് നേരെ കൃത്യമായ രീതിയിൽ വലിയൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ അറ്റാക്ക് നടത്തിയവരെ പോലും ഫാനാക്കി മാറ്റുന്ന രീതിയിൽ ഉണ്ണിമുകുന്ദന് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി ആ ഗുജറാത്തിൽ നിന്ന് വന്ന് മലയാളത്തിലേക്ക് വന്ന് ആരുടെ സപ്പോർട്ടില്ലാതെ, ഞാൻ വീണ്ടും പറയാം, ആരുടെ സപ്പോർട്ടില്ലാതെ, ഇപ്പോൾ ദുൽഖർ സൽമാൻ കിങ് ഓഫ് കൊത്ത ഹിറ്റാക്കിയാൽ പോലും നമുക്ക് പറയായിരുന്നു മമ്മൂട്ടിയുടെ മോൻ എന്നുള്ള രീതിയിൽ പ്രിവിലേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ ഉണ്ണിമുകുന്ദൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് സോഷ്യൽ മീഡിയയിൽ അറ്റാക്കും എല്ലാം നേരിട്ട് സ്വന്തം മേഖലയിൽ തന്നെ ആൾക്കാർ വന്നിട്ട് ഉണ്ണിമുകുന്ദൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നേരിട്ട് കൊണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് എമ്മിന് പോലും പറ്റാത്ത രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകം പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ പോലും ഒരു പടം, മലയാളം പടം ഹിറ്റാക്കാൻ പറ്റുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ. ശ്രദ്ധിച്ചായിരുന്നു, ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ണിമുകുന്ദന് പകരം പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടീം വന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താ ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക.